ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. എംപുര ശൂന്യതയും ഒരു സൂചനയാണ്. ഇപ്പൊ എന്തായാലും എല്ലാം മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇപ്പൊ വെളിച്ചം മാത്രമാണ്. വെളിച്ചം മാത്രമേ ഉള്ളൂ. അതെ, എന്തായാലും ഇന്നലെ ഒരു കിഡിലൻ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇന്നലെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അതായത് നമ്മളിവിടെ ഇല്ല എന്നുള്ളത് വിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തന്ത്രം. തീർച്ചയായിട്ടും ജഗത്താന്മാരെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഡെവിൾസ് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇല്ല എന്നുള്ളതാണ് വിശ്വസിപ്പിക്കുന്നത്. അവർക്കാവാമെങ്കിൽ നമുക്കാവാം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അതെ, ഓക്കെ. എന്തായാലും വന്ന ഒരു സാധനം ഉണ്ട്, അതൊന്ന് കാണാം. ഒരു കൊലകൊല്ലി ഐറ്റം മൊത്തത്തിലുണ്ട് എല്ലാം. അതെ, ഗംഭീര പോസ്റ്റർ. ആദ്യമായിട്ടാണ് തോന്നുന്നു, അതായത് ഇത്രയും പേർ ഒരുമിച്ച് വരുന്ന ഒരു പോസ്റ്റർ. പിന്നെ വന്ന പോസ്റ്റർ മൊത്തം ഏതാണ്ട് സിംഗിൾ ആയിരുന്നു അല്ലേ? എല്ലാം സിംഗിളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ലുക്കിൽ മാത്രമാണ് ലാലേട്ടന്റെ കൂടെയുള്ള പരിപാലങ്ങളും കൂടി കൂടെ ഉള്ളത്. അതെ അല്ലേ? ഗ്യാങ്ങിന്റെ കൂടെയുള്ള ഒരു ബാക്കി എല്ലാം സിംഗിളാ. 36 വന്നതും സിംഗിളാ. അതും സിംഗിളാ. അതാണ് ഇപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് പ്രധാന വേഷം ചെയ്യുന്ന എല്ലാവരും ഈ പോസ്റ്ററിലുണ്ട്. അതൊരു പിരമിഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റേ സാധനല്ലേ, ഇല്ലുമിനാണ്ടി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സാധനം കണ്ടപ്പോ പിരമിഡ് ആണോ എന്ന് വിചാരിച്ചോണ്ട്. ഇതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് രണ്ട് സൈഡല്ലേ? ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം 2 സൈഡല്ല, 3 സൈഡ് ഉണ്ട്. 3 സൈഡ്. താഴെ പിന്നെ മറന്നു. അതായത് 3 ഫേസിലാണ് ഇതിന്റെ ഇത് ഈ ഒരു ട്രയാങ്കിൾ രീതിയിൽ ഇത് കാണിച്ചിരിക്കുന്നത്. ഒന്ന് തീ, ഒന്ന് ഐസ്, അതായത് തണുത്തത്. താഴെ ഭാഗം എന്ത് എന്നുള്ളതല്ല, പക്ഷെ ഏത് ഫേസ് ആണെന്നുള്ളത് കാണുന്നുണ്ട്. അതായത് വിദേശത്തുള്ളത് മൊത്തം താഴെയാണ്, താഴത്തെ ഭാഗം. ഇനി തീന്റെ ഭാഗം ഗുജറാത്ത്, ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന കുറച്ച് പരിപാടികൾ. അതായത് നമ്മുടെ എന്ത് സിംഗ് ആയിരുന്നു, നമ്മുടെ അഭിമന്യു സിംഗും പിന്നെ സയ്യിദ് മസൂദ് ചെയ്യുന്ന, നമ്മുടെ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രം. സയ്യിദ് മസൂദിന്റെ ഫാമിലി എങ്ങനെ ഇല്ലാണ്ടായി, സയ്യിദ് മസൂദ് എങ്ങനെ ഖുറൈശി അബ്രാമിന്റെ കൂടെ എത്തി എന്നുള്ളതൊക്കെ കാണിക്കുന്ന സാധനം. അതാണ് ഈ തീ. ഓക്കെ. ഇനി തണുത്ത ഭാഗം, അവിടെ കേരളമാണ് അല്ലേ? കേരളത്തിന്റെ ഭാഗമാണ് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിലേക്ക് നമ്മുടെ വിദേശത്തുള്ള കുറച്ച് പരിപാടികളും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്. എന്നാലും ഇതില് ടൊവിനോ കോട്ടൊക്കെ ഇട്ടുള്ള ഷൂട്ടൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ടായിരിക്കും ആ വിദേശ സെറ്റപ്പ് അവിടുത്തെ ഒരു ഇത് കാണിച്ചിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. പിന്നെ മഞ്ജു വാര്യർ ഒരു കസേരയിൽ ഇരിക്കുന്നതായിട്ടാണ്. പിന്നെ ആൻഡ്രിയയുടെ ക്യാരക്ടർ, പിന്നെ ജെറോമിന്റെ ക്യാരക്ടർ, പിന്നെ നമ്മുടെ ഗോവർദ്ധൻ, പിന്നെ കബുക ടീമാണ് താഴെ എന്ന് തോന്നുന്നു അല്ലേ? അല്ല, കബുക ടീം അല്ല, ഇത് ഇവിടുത്തെ പട്ടാളം ടീമാണ്, മിലിറ്ററിയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ നടുക്കായിട്ട് എല്ലാത്തിനും നടുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടൻ, എബ്രാഹിം ഖുറേഷി. എന്റെ മോനെ, ഇതാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനം പോസ്റ്റർ. ഈ ഒരു പോസ്റ്റർ ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ ആ ലുക്കിലുള്ളതും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ആള് ആ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണല്ലേ? അതാണ് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പറയാൻ പറ്റൂലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പം. ഏത് രീതിയിലാണ് കൊണ്ടേക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും പോസ്റ്റർ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതിലുള്ള അനൗൺസ്മെന്റ് എന്താണെന്നുള്ളത് പറയാം. അതാണ് കേൾക്കേണ്ടത്. ഇതില് നമ്മൾ വിചാരിച്ചിരുന്ന പോലെ ലൈക്ക പുറത്തായിട്ടില്ല കേട്ടോ. ലൈക്കയും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഗോകുല മൂവീസ് ഇതിന്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. ഗോകുല മൂവീസ് ആണ് ഇപ്പൊ ഇതിന്റെ മെയിൻ, അതായത് ഇതിന്റെ ജീവൻ ശരിക്കും കൊടുത്തതിലെ. അതായത് ഫണ്ടിങ് മൊത്തം ലൂസിഫറി പറയുന്ന പോലെ ഫണ്ടിങ് മൊത്തം ഗോകുലാണ്. അതായത് NDTVക്ക് ഒരു ഫണ്ടിങ് ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു. ഈ മെസ്സേജ് ഹാപ്പി എന്ന് ചോദിച്ചില്ലേ? 45 കോടിയാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അത്ര സിമ്പിൾ ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ട് ഡീൽ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇത് 42 കോടിയിൽ നിൽക്കൂല. അതെ, ഇത് 42 നിൽക്കൂല. പക്ഷെ ആ സിനിമയിലുള്ള പോലെ തന്നെ ഫണ്ടിങ് ഇഷ്യൂവും എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്തും വന്നു പോകുന്നുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഈ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ ഈ മുരളി ഗോപിന്റെ ഒരു കാര്യം അല്ല, എല്ലാ കാര്യവും ഇങ്ങോട്ട് കോയിൻസിഡൻസ് പോലെ
ചേർന്ന് വന്ന പോലെ. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്നലെ നീ പറഞ്ഞൊരു ഡയലോഗാണ് ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ ഇതിന്റെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത് ഇനി വേറൊരാള് ഇതിന്റെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ഇതിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഇത് എന്തായാലും 27-ാം തീയതി ഇറക്കാം എന്നുള്ളതിലേക്ക് എത്തിയത്. ഇത് അല്ലാതെ ഗോകുലം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം പിന്നെ നീണ്ടേനെ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 17 മിനിറ്റിന്റെ ഡ്യൂറേഷനിൽ ഒരു വീഡിയോ. അതിൽ നമ്മൾ ഈ സംശയം പ്രകടിപ്പിച്ചത്, അതായത് ഒരു കമ്പനി അതിൽ വന്നു, ആ കമ്പനി പിന്നോട്ട് പോകണമെങ്കിൽ, അതായത് ആ കമ്പനി ആ സിനിമയുടെ ഭാഗമല്ലാതെ പുറത്താവണമെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് സാധാരണ രീതിയിൽ അന്ന് വിട്ടുകൊടുക്കില്ല. കാരണം അങ്ങനെ രീതിയിൽ ഇവരുടെ പേര് വെച്ച് അനൗൺസ് ചെയ്തിട്ട് ആ കമ്പനി പിന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഭയങ്കര നഷ്ടമാകും. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കമ്പനിയെ തന്നെ ബാധിക്കും അത്. പിന്നെ നമുക്ക് ആ വീഡിയോയിൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. അറിഞ്ഞാലും നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയണം. കാരണം വലിയ കമ്പനികളാണ് നമ്മൾ കളിക്കുന്നത്. വിവരം വെച്ചേനെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ലൈക്കേനെ ഒഴിവാക്കിയിട്ടുണ്ടെന്നല്ല, ലൈക്ക ഒഴിവാകാൻ റെഡി ആയിരുന്നു. പക്ഷെ ലൈക്കേനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ റിലീസ് ഉറപ്പായിട്ടും മാറി. എനിക്ക് തോന്നുന്നു അതായത് അവർ പറഞ്ഞ ഒരു ക്യാഷ് ആ തുക കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മറ്റൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ഷെയർ ഉണ്ടാവും, റൈറ്റ്സ്. അതായത് തമിഴ്നാട് റൈറ്റ്സ് ആയിരിക്കാം, അതായത് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം, അറിഞ്ഞുകൂടാം. അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പൊ 3 പ്രൊഡ്യൂസർ ഭാഗം 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ആശീർവാദ്, ഒന്ന് ലൈക്ക, ഒന്ന് ഗോകുലം. അതെ, ഓവർസീസ് ആയിരുന്നു ലൈക്കക്ക് റൈറ്റ്സ് കൊടുത്തിരുന്നത് അന്ന്. അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓവർസീസ് പല നമ്മുടെ സ്ഥിരം ടീമുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനം ഒന്നേ ഉള്ളൂ, ട്രെയിലറിന് വേണ്ടിയിട്ട്. ട്രെയിലർ 20-ാം തീയതി ആയിരിക്കും എന്നുള്ളത് 20-നായിരിക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് 17 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും 17 ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 17 എന്ന് പറഞ്ഞാൽ നാളെയാണ്. എനിക്ക് മിക്കവാറും തോന്നുന്നത് 20 തന്നെ, 19-20. കാരണം 20-ാം തീയതി ലൂസിഫർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തിയേറ്ററിൽ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കളിക്കും. അതായത് ലൂസിഫർ ഇറങ്ങി ഒരാഴ്ച കറക്റ്റ് തികയുന്ന ദിവസം എമ്പുരാനെത്തും. പൊളിയായിരിക്കും, പൊളിച്ച് പെരുത്ത് കളയണം മൊത്തത്തില്. എന്തായാലും ഇനി ബുക്കിംഗ് ഒക്കെ തുടങ്ങുമായിരിക്കും കേട്ടോ. ഇപ്പം ഫാൻ ഷോന്റെ ഒക്കെ എന്നേ തുടങ്ങിയില്ലേ, കഴിയാനായിട്ടുണ്ട്. ഇപ്പൊ ഷോ അടുത്ത നമ്മുടെ റെഗുലർ ഷോയ്ക്കുള്ള ബുക്കിംഗ് തുടങ്ങാനാവും. എവിടെയൊക്കെ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്, തിയേറ്ററുകളൊക്കെ ഫുള്ളാണ്. നമ്മുടെ നോക്കല്ലേ, ആ എവിടെയാന്ന് പറയണ്ട കേട്ടോ. അതവിടെ വരുമ്പോ കണ്ടോളൂല്ലോ. കാണാതെ ഇരിക്കാനുള്ള പണി എന്തെങ്കിലുമൊക്കെ എടുത്തോണം, മുഖത്തും കയ്യിലും കാലിലൊക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അത്രല്ലേ. 27-ന് സിനിമ.